ഇസ്രയേലും ഇറാനുമായിട്ടുള്ള സംഘർഷവും ആക്രമണ പ്രത്യാക്രമണങ്ങളും തുടരുന്നതിനിടെ ഇറാനിലുള്ള ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ എങ്ങനെ അവിടെ നിന്ന് തിരിച്ച് മടങ്ങിപ്പോരുമെന്നുള്ള ആശങ്കയിലായിരുന്നു. ആ ആശങ്കയ്ക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മറുപടി വന്നിരിക്കുകയാണ്. ഇറാനിലെ വിദ്യാർത്ഥികൾക്ക് ഇറാനിലെ വ്യോമപാത അടച്ച പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ കഴിയുക? അതുകൊണ്ട് വിദ്യാർത്ഥികളെ ഉടൻ ഒഴിപ്പിക്കണമെന്ന് വിദ്യാർത്ഥികൾ ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഹോസ്റ്റലിന് സമീപം മിസൈലുകൾ വീണ് സ്ഫോടനം കേൾക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾ ബേസ്മെന്റിലേക്ക് മാറി. തങ്ങൾ സുരക്ഷിതരല്ല എന്നാണ് വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇറാനിലുള്ളത് 30 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികളെയെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി തുടങ്ങിയതായിട്ടാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കണ്ടെത്താൻ നടപടി തുടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിശദീകരണവും ഇന്ത്യയെ സംബന്ധിച്ചിട്ട്, ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇറാനിലുള്ളവരെ സംബന്ധിച്ചിട്ടുള്ള ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് വ്യോമാതിർത്തി അടച്ച സാഹചര്യത്തിൽ കരമാർഗം ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാമെന്നാണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത്. ഇറാനിൽ 1500-ൽ ഏറെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അനിശ്ചിതത്വത്തിൽ കഴിയുന്നത്. ഇറാനും ഇസ്രയേലും താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഇന്ത്യൻ സർക്കാരിന് ഇവരെ വിമാനമാർഗം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ സംഘർഷം ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ കരമാർഗം മടങ്ങാനാണ് വിദ്യാർത്ഥികളോട് ഇറാൻ ആവശ്യപ്പെടുന്നത്. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്നലെ അടിയന്തര സാഹചര്യങ്ങളിൽ വിളിക്കേണ്ട നമ്പറുകളുടെ പുതുക്കിയ ഒരു പട്ടിക പുറത്തുവിട്ടിരുന്നു. ഇറാന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ അധികൃതരുമായിട്ട് ബന്ധപ്പെടാനാണ് ഈ നമ്പറുകൾ പുറത്തുവിട്ടിരുന്നത്. ഇന്ത്യൻ പൗരന്മാരോട് വ്യക്തിവിവരങ്ങൾ സമർപ്പിക്കാൻ എംബസി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എക്സ് അക്കൗണ്ടിൽ പൂരിപ്പിക്കാനുള്ള ഫോമും നൽകിയിട്ടുണ്ട്. എങ്കിലും ഇസ്രയേലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇസ്രയേലിലുള്ള എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണ് എന്നാണ് ടെൽ അവീവിലെ എംബസി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ടെൽ അവീവിലെ എംബസി അധികൃതർ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂർ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളടക്കം എല്ലാ മേഖലയിലെയും ഇന്ത്യൻ പൗരന്മാരുമായി എംബസി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ അധികൃതരുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് എംബസി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയിൽ താല്പര്യമുള്ള, പ്രത്യേകിച്ചും ഇറാനിലും ഇസ്രയേലിലുമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഉത്കണ്ഠയുള്ളവരെ സംബന്ധിച്ചിട്ട്, അവരുടെ രക്ഷിതാക്കളാകട്ടെ, ബന്ധുക്കളാകട്ടെ, നാട്ടുകാരാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, അവർക്ക് അറിവിലേക്ക് വേണ്ടി ചില ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പറയുകയാണ്. 98-ൽ ആരംഭിക്കുന്ന രാജ്യാന്തര നമ്പറുകളാണത്. 9128109115. ഒന്നുകൂടി അത് സൂചിപ്പിക്കാം. ഇത് വായിക്കുന്ന സമയത്ത് തന്നെ ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടിയോ പേനയിൽ എഴുതുന്നതിന് വേണ്ടിയോ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഒന്നുകൂടി അത് സൂചിപ്പിക്കുന്നു. 98-ൽ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര നമ്പറാണ് 9128109115. മറ്റൊരു ഹെൽപ്പ് ലൈൻ നമ്പർ, അതും 98-ൽ ആരംഭിക്കുന്നതാണ്. 9128109109. ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിലെയും ഇസ്രായേലിലെയും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ചില വാട്സപ്പ് നമ്പറുകളും നൽകിയിട്ടുണ്ട് എംബസി. അതിൽ 98-ൽ ആരംഭിക്കുന്ന ഒരു വാട്സപ്പ് നമ്പർ സൂചിപ്പിക്കാം. 9010144557 എന്നതാണ് ഒരു നമ്പർ. ഒന്നുകൂടി ആ നമ്പർ സൂചിപ്പിക്കുകയാണ്. 9010144557. എന്തായാലും വ്യോമാതിർത്തി അടച്ച പശ്ചാത്തലത്തിൽ കരമാർഗം മടങ്ങാമെന്നാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ഇറാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും സുരക്ഷിതരാണ് എന്നാണ് എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്.